Hi friends, welcome back to my YouTube channel. So, Ikigai, find your Ikigai. ഇപ്പോൾ ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതിനെ പറ്റിയുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണാം അല്ലേ? യെസ്, ഇക്കിഗായ് ജാപ്പനീസ് ജീവിത രഹസ്യം. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. എല്ലാ ദിവസവും നമുക്ക് അലാറം മുഴങ്ങുന്നുണ്ട്. നമ്മൾ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലേക്ക് മടങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് സമയം ഫോണിലേക്ക് ചിലവഴിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു. പിറ്റേ ദിവസം ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ശരിക്കും ജീവിക്കുകയാണോ അതോ വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണോ? പലർക്കും പണമുണ്ട് പക്ഷെ സമാധാനമില്ല, നല്ല ജോലിയുണ്ട് പക്ഷെ സന്തോഷമില്ല, വലിയ വീടുണ്ട് പക്ഷേ ഉള്ളിൽ ഒരു ശൂന്യത മാത്രം. ഇത് നിങ്ങളുടേത് മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള പല മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. ഈ ചോദ്യം അവരോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ജപ്പാൻകാരുടെ സ്ഥിതി വളരെ വ്യത്യാസമാണ്. അവരുടെ വിശ്വാസവും വളരെ ലളിതമാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. ആ കാരണത്തിന് അവർ നൽകുന്ന പേരാണ് ഇക്കിഗായ്. സത്യം പറഞ്ഞാൽ ഇതൊരു ജീവിത മന്ത്രമല്ല, അല്ലെങ്കിൽ ഇതൊരു വിജയ മന്ത്രവുമല്ല. ഇത് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള രഹസ്യവുമല്ല. ഇത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു മനോഹരമായ വഴിയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിത് അറിയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇക്കിഗായ്? അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇക്കിഗായ് എന്താണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ 2 തൊഴിലാളികൾ കല്ല് ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അയാൾ മറുപടി പറഞ്ഞു, ദിവസവും മുഴുവൻ കല്ല് ചുമക്കുകയാണ്. മറ്റാളോടും അതേ ചോദ്യം ചോദിച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കുകയാണ്. ഇരുവരും ചെയ്യുന്ന ജോലി ഒരുപോലെയായിരുന്നു, പക്ഷേ അവരുടെ മനോഭാവം വളരെ വ്യത്യാസമായിരുന്നു. ഒരാൾ ഒരു ജോലിയെ മാത്രമായിട്ട് അതിനെ കണ്ടു, മറ്റാൾ അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് കണ്ടു. ഇതാണ് നമ്മളെ ഇക്കിഗായ് നമ്മളോട് പറയുന്നതും നമ്മളെ പഠിപ്പിക്കുന്നത്. യെസ്, ഇക്കിഗായ് എന്തുകൊണ്ടാണ് ഇത്രയും വളരെ പ്രാധാന്യപ്പെട്ടതാകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇക്കിഗായ് എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. 2 വാക്കുകളുടെ യോജിപ്പാണ് ഇക്കിഗായ്. ഇക്കി എന്നത് ജീവിക്കുക അല്ലെങ്കിൽ ജീവിതം എന്നാണ് അർത്ഥം. ഗായ് എന്നത് മൂല്യം, പ്രാധാന്യം അല്ലെങ്കിൽ ജീവിക്കാൻ കാരണമാകുന്ന സന്തോഷം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇക്കിഗായ് എന്നത് ഓരോ ദിവസവും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ എഴുന്നേൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവിത ലക്ഷ്യമാണ്. ഇത് വലിയ വിജയങ്ങൾക്കോ കോടീശ്വരനാകാനോ മാത്രമല്ല, ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടികളെ സ്നേഹത്തോടെ വളർത്താനും ഇക്കിഗയാകാം. ഒരു അധ്യാപകന് വിദ്യാർത്ഥിനികളോട് ജീവിതത്തിൻ്റെ മാറ്റം കൊണ്ടുവരാനും ഇക്കിഗയാകാം. ഒരു കർഷകന് തൻ്റെ കൃഷിയോട് ആത്മാർത്ഥതയും ഇക്കിഗയാകാം. ജപ്പാനിൽ പലരും പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ദൈർഘ്യം പ്രധാനമല്ല, ജീവിതത്തിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ കോട്ട് അല്ലേ? ജീവിതത്തിൻ്റെ ദൈർഘ്യം പ്രധാനമല്ല, ജീവിതത്തിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെസ്, അതുകൊണ്ട് ആണ് പലരും ജാപ്പനീസ് ആളുകളുടെ വിരമിച്ച ശേഷവും ചെറിയ ജോലികൾ ചെയ്യുകയും തോട്ടം പരിപാലിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അർത്ഥമുണ്ട്. ഇക്കിഗായ് എന്ന് പറയുന്നതിന് തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇക്കിഗായ് എന്ന ആശയം ഇന്നലെയാണോ ഇന്നുണ്ടായതാണോ അതോ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ജപ്പാനിൽ ഈ ആശയം നിലനിൽക്കുകയാണോ? പ്രത്യേകിച്ച് ജപ്പാനിലെ ഒമീന എന്ന ദ്വീപിലെ ഇക്കിഗായ് കൂടുതൽ പ്രസിദ്ധമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 100 വയസ്സ് പിന്തുടർന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഒമീക. ശാസ്ത്രജ്ഞന്മാർ അവിടുത്തെ ആളുകളെ പഠിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. അവർ സമ്പന്നരായതുകൊണ്ട് മാത്രം ആഡംബര ജീവിതം നയിക്കുന്നത് കൊണ്ടോ അവർ ദീർഘായുസ് നേടിയതല്ല. അവർക്ക് ഓരോ ദിവസവും എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അവർക്ക് കുടുംബമുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, സമൂഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു, പ്രകൃതിയുമായി ചേർന്ന ജീവിതമായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്തുന്ന മനോഭാവം അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്നാണ് ഇക്കിഗായ് എന്ന ജീവിതത്തെ തുല്യമായി അവർ രൂപപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇക്കിഗായ് ഇന്നും ഇത്രയും പ്രധാനമായത്?
ഇന്നത്തെ ലോകത്ത് പലർക്കും നല്ല ശമ്പളമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സ്മാർട്ട് ഫോണുകൾ. പക്ഷേ മനസ്സിൽ എന്തില്ല? സമാധാനമില്ല, സന്തോഷമില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ജീവിക്കുന്നത് ജീവിതമാണോ എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും നമുക്കിതുവരെ ആയിട്ടുമില്ല. ഓരോ ദിവസം ഓരോ രീതിയിലാണ് തിരക്കുകൾ. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലേക്ക് മടങ്ങുന്നു, ഫോൺ നോക്കുന്നു, ഉറങ്ങുന്നു. അതേ ജീവിതം തമ്മിലാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇക്കിഗൈ നമ്മളെ പഠിപ്പിക്കുന്നത് വേറെ ഒന്നാണ്. ഇക്കിഗൈയുടെ 4 പ്രധാന ഘടകങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ലോകത്തിന് എന്താണ് ആവശ്യം? അതിലൂടെ വരുമാനം നേടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ 4 ചോദ്യങ്ങളാണ് ഇക്കിഗൈ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ജീവിത ലക്ഷ്യം അത് എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുകയാണെങ്കിൽ മുന്നേറാൻ മാത്രം കഴിയും. ജീവിതത്തിൻ്റെ അർത്ഥം ഓരോ ദിവസവും കണ്ടെത്താനാവില്ല. പക്ഷേ എല്ലാ ദിവസവും ഒരു ചെറിയ ചുവടുവെപ്പിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇക്കിഗൈ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ ഇക്കിഗൈ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് എസ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.